ഞാൻ പഠിക്കാൻ കാലം മുതൽ എൻ്റെ പ്രധാനപ്പെട്ട ചിലവുകളൊന്ന് പുസ്തകങ്ങൾ വാങ്ങലാണ്. അത് ജോലി കിട്ടിയ ശേഷം കൂടി എല്ലാം വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ 30 ന്യൂ ലിബറൽ വർഷങ്ങൾ എന്ന് പറഞ്ഞ് 4 പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ എവിടെ പുതിയ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അക്കാഡമിക് പുസ്തകങ്ങൾ കണ്ടാലും അത് വാങ്ങും. അത് കമ്പ് വായിക്കലില്ല, നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ വായിക്കുക, റെഫർ ചെയ്യുക എന്നുള്ള രീതിയാണ്. ഒന്ന് ഈ പുസ്തകങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മുറി സ്ലൈഡിങ് ഷെൽഫുകളാക്കി മാറ്റിയിരിക്കുക. എന്നുവെച്ചാൽ ഒരു പെട്ടി പോലെ ഇരിക്കും നിറഞ്ഞ്. ഷെൽഫിൻ്റെ 2 സൈഡും വെക്കാം. നമുക്ക് പുസ്തകം എടുക്കണമെങ്കിൽ ചക്രം തിരിച്ച് ഷെൽഫ് നീക്കാം, റെയിലിൽ കൂടി. നമുക്കൊരു സാധാരണ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികളായാലും ഒക്കെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണെങ്കിലും ഏറ്റവും നല്ല ലൈബ്രറി പോയിരിക്കില്ല. ഈ ലൈബ്രറിയുടെ ഉള്ളിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെയായിട്ട് സംവദിക്കുകയും അതിൻ്റെ അന്തരീക്ഷം വേറെയാണ്. അതൊന്ന് വീട്ടിലുണ്ടാക്കാനുള്ള ശ്രമമാണ്. വീട്ടിൽ ചെന്നാലും ഞാനും എൻ്റെ പുസ്തകങ്ങളുമാണ്. 50 പുസ്തകം രചിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ആദ്യം സാമ്പത്തിക വിഷയങ്ങളായിരിക്കും, പക്ഷെ പുസ്തകങ്ങൾ വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസമായിക്കോട്ടെ, പരിസ്ഥിതി, ഈ പുസ്തക കളക്ഷനും അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളുള്ളതാണോ? പുസ്തകങ്ങൾ ഞാൻ എഴുതുന്നതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. കോളേജ് എല്ലാം മുതൽ ശേഖരണം ആരംഭിച്ചിരുന്നു. അമൂല്യമായി ശേഖരിക്കപ്പെട്ട പുസ്തകം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് പഴയ റെക്കോർഡുകളുണ്ട്. അതാണ് ഈ സ്ലൈഡിങ് ഷെൽഫുകളിൽ പൂട്ടി വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ആർക്കൈവ്സിലെ ആലപ്പുഴ പട്ടണത്തെക്കുറിച്ച് ഉള്ള സകല രേഖകളുടെയും ഇനി അതിൽ ബാക്കിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ഉള്ളതിന് ബാക്കി ഈ നമ്മുടെ കോട്ടക്കത്തെ ആർക്കൈവ്സിലുള്ള താളിയോലകളും ബാക്കിയുണ്ട്, അതുണ്ട്, ചുരുളുകൾ. ബാക്കി എല്ലാ രേഖകളും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, ഫോട്ടോ കോപ്പിയെല്ലാം. മിനിസ്റ്ററായിരിക്കുമ്പോഴും ആർക്കൈവ്സിൽ പോയി ഈ പണി ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ആലപ്പുഴയെക്കുറിച്ചൊരു 3 വാല്യം വരുന്ന ഒരു പുസ്തകം, അർബൻ ഹിസ്റ്ററി, ചെയ്യണമെന്നുണ്ട്. ചെയ്യോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് രേഖകൾ. അപ്പം അതിൽ ഉദാഹരണത്തിന് പി കൃഷ്ണപിള്ള സഖാവ് കയ്യക്ഷരത്തിൽ പുസ്തകമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകളും കാര്യങ്ങളും, അദ്ദേഹത്തെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ വിലയിരുത്തൽ, ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ നല്ല അപൂർവമായിട്ടുള്ള രേഖകളും കയ്യിലുണ്ട്.